രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ അടൂരിലെ വീട്ടിലെത്തി എന്ന വാർത്തയാണ്. നഗരസഭയിൽ സ്ഥാനാർത്ഥിയായ ഫെന്നി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായിരുന്നു. പോലീസ് വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്ന് ഫെന്നി ആരോപിച്ചു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കർ ചേരുകയാണ്. ജയശങ്കർ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടുത്ത സുഹൃത്താണ് ഫെന്നി എന്ന കാര്യം ഏവർക്കും അറിയാവുന്നതാണ്. നേരത്തെ പാലക്കാട് നീലപ്പെട്ടി വിവാദമുണ്ടായിരുന്നപ്പോൾ അന്നും ഫെന്നി ആയിരുന്നു അതിലെ കേന്ദ്ര കഥാപാത്രമായി ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പത്തനംതിട്ടയിൽ? അതായത് ദിലീപ് കുമാർ വൈകിട്ടോടു കൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിച്ച് ഫെനി നൈനാന്റെ വീട്ടിലെത്തിയത്. ആ ഘട്ടത്തിൽ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല, അമ്മ മാത്രമായിരുന്നു വീട്ടിലുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ അന്വേഷിച്ച് പിരിഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തിയെന്നാണ് ഫെനി നൈനാൻ നിലവിൽ ആരോപിക്കുന്നത്. കാണിച്ചു തരാം എന്നുൾപ്പെടെ അമ്മയുടെ അടുത്ത് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി. അമ്മയ്ക്ക് ഈ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം വലിയ തോതിൽ മനോവിഷമം ഉണ്ടാക്കിയെന്നും ഫെനി പറയുന്നു. ഈ നിരന്തരമായി തന്നെ ഈ രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ നിരന്തരമായി തന്നെ വേട്ടയാടുന്ന സാഹചര്യം ഉണ്ടെന്നും ഫെനി എന്തായാലും നിലവിൽ പറയുന്നുണ്ട്. ഈ അടൂർ നഗരസഭയിലെ UDF-ന്റെ സ്ഥാനാർത്ഥിയാണ് ഫെനി. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട തിരക്കിലായിരുന്നു. അതുകൊണ്ട് ഫെനി വീട്ടിലുണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് പോലീസ് എന്തായാലും വീട്ടിലെത്തിയിരിക്കുന്നത്. ഈ വരും ദിവസങ്ങളിലും ഈ അടൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ നിരീക്ഷണം കർശനമാക്കും. കാരണം ഈ രാഹുലുമായി ബന്ധപ്പെട്ട് രാഹുലിന്റെ ഏറ്റവും അടുത്ത കേന്ദ്രങ്ങളൊക്കെ തന്നെയുള്ളത് ഉറ്റ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാം തന്നെ ഈ അടൂർ കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ അടൂരിലെത്താനുള്ള സാധ്യത, ഇല്ലെങ്കിൽ രാഹുലിന് അടൂർ കേന്ദ്രീകരിച്ച് സഹായം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഒപ്പം തന്നെ ഈ അടൂരിലുള്ള ചില സുഹൃത്തുക്കൾക്കുൾപ്പെടെ രാഹുൽ എവിടെയാണ് ഉണ്ട് എന്നറിയാം എന്നൊരു സംശയം പോലീസിനുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്താണ് രാഹുലിന്റെ അടുത്ത സുഹൃത്തുക്കളിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. എന്തായാലും ഫെനി പറയുന്നത് വീട്ടിലെത്തി ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി, അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിനെതിരെ പ്രതിഷേധിക്കും, പോലീസ് സ്റ്റേഷനിൽ പോയി, അടൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പ്രതിഷേധിക്കുമെന്നാണ് ഫെനി നൈനാൻ നിലവിൽ പറയുന്നത്. ദിലീപ് കുമാർ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി നൈനാന്റെ അടൂരിലെ വീട്ടിലെത്തി. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന് AV ജയശങ്കർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.